നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ബാക്കി നിൽക്കെ വമ്പൻ ക്ഷേമ പ്രഖ്യാപനങ്ങളുമായി പിണറായി സർക്കാർ. എല്ലാ ക്ഷേമ പെൻഷനുകളും അടുത്ത മാസം മുതൽ 100 രൂപ കൂട്ടി. എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യ ഭക്ഷ്യക്കിറ്റ് 4 മാസം കൂടി തുടരും. 9 വ്യവസായ പദ്ധതികളുടെ ഉദ്ഘാടനം ഉടൻ ഉണ്ടാവും. അവയവമാറ്റം കഴിഞ്ഞ രോഗികൾക്ക് മരുന്നുകൾ 5-1 വിലയ്ക്ക് നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നവവത്സര സമ്മാനമായി ക്ഷേമ പെൻഷനുകൾ 100 രൂപ വീതം വർദ്ധിപ്പിച്ച് 1500 രൂപയായി ഉയർത്തും. 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1500 മാറുന്നു. കിറ്റ് വിതരണം തുടരാൻ തീരുമാനിക്കുകയാണ്. സൗജന്യ പലവ്യഞ്ജന കിറ്റുകൾ അടുത്ത 4 മാസവും കൂടി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും റേഷൻ കടകൾ വഴി നൽകും. 9 വ്യവസായ പദ്ധതികളുടെ ഉദ്ഘാടനം മാർച്ച് 31 മുൻപ് നടത്തും. അവയവദാന ശസ്ത്രക്രിയ കഴിഞ്ഞവര് അവർക്ക് സ്ഥിരമായി കഴിക്കേണ്ട മരുന്നിന് 5-1 വിലക്ക് KSDPയിൽ ഉൽപാദനം ആരംഭിക്കും. അജയ് ഘോഷ് വിവരങ്ങളുമായി ചേരുന്നു. അജയ് ഘോഷ്, എന്തെല്ലാം കൂടുതൽ പദ്ധതികളാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്? അത് പ്രഖ്യാപിച്ച സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ശാലിനി, പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് CPM-ന്റെയും LDF-ന്റെയും യോഗങ്ങളെല്ലാം തന്നെ ഈ തദ്ദേശഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം, അഭിമാനാർഹമായ വിജയം അവർക്ക് കിട്ടാൻ രാഷ്ട്രീയ കാരണങ്ങൾക്കൊപ്പം അവർ കണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ ക്ഷേമ പെൻഷനുകൾ വളരെ കൃത്യമായിട്ട് കൊടുത്തത്, അതോടൊപ്പം തന്നെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം, അതുപോലെ തന്നെ ഈ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴൊക്കെ സർക്കാർ ആശ്വാസ നടപടികളുമായിട്ട് കൂടെ നിന്നു എന്നുള്ളൊരു പൊതുവികാരം, ഇത് ആയിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് കണ്ടത്. അതോടൊപ്പം തന്നെ അത് തുടരാൻ തീരുമാനം നേരത്തെ തന്നെ പാർട്ടി തലങ്ങളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ക്യാബിനറ്റ് ചേർന്നുകൊണ്ട് ആ കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. മാത്രവുമല്ല, ക്ഷേമ പെൻഷൻ LDF അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ക്ഷേമ പെൻഷനുകളെല്ലാം 100 രൂപ വെച്ച് കൂട്ടുമെന്ന് നേരത്തെ പ്രകടന പത്രികയിലും LDF വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചുള്ള ആദ്യ തീരുമാനമാണ് വരുന്നത്. ജനുവരി 1 മുതൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ക്ഷേമ പെൻഷനും 100 രൂപ വെച്ച് കൂട്ടുന്നു. ഒപ്പം അത് മറ്റൊരു കാര്യം, ഈ കിറ്റ് വിതരണം 4 മാസത്തേക്ക് കൂടി നീട്ടുകയാണ്. സൗജന്യമായിട്ട് 84 ലക്ഷം കുടുംബങ്ങൾക്ക് ഈ സൗജന്യ കിറ്റ് വീടുകളിൽ കിട്ടുകയാണ് റേഷൻ കട വഴി. അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെയാണ്, മെയ് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരെയാണ് ഇത് നീട്ടിയിരിക്കുന്നത് എന്നുള്ളതും ഒരു സുപ്രധാനമായ കാര്യമാണ്. ഇത് രണ്ടുമാണ് ഒരുപക്ഷെ ജനങ്ങളെ ഏറ്റവും അധികം അടുത്ത് അനുഭവിക്കുന്ന രണ്ട് വിഷയങ്ങൾ. ഒപ്പം ഇതിനകം തന്നെ 1 ലക്ഷം പട്ടയങ്ങൾ കൊടുത്തത് 10,000 പട്ടയങ്ങൾ കൂടി അടിയന്തരമായിട്ട് കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തും. ഒപ്പം പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ടായിരിക്കും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുക. അതും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് സംസ്ഥാന സർക്കാർ കാണുകയാണ്. അതിനോടൊപ്പമാണ് ഇതിനകം പൂർത്തിയാക്കിയിരിക്കുന്ന ആലപ്പുഴ ബൈപ്പാസ് അടക്കമുള്ള അതിൻ്റെ ഉദ്ഘാടനം, ഒപ്പം മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനം, സ്കൂളുകളുടെ നവീകരണം, ഇതിനകം പണി പൂർത്തിയായി കിടക്കുന്ന സ്കൂളുകളുടെ ഉദ്ഘാടനം, വീണ്ടും കുറേ പണികൾ തുടങ്ങി ഈ മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൗജന്യ വീട് പദ്ധതിയും മേൽപ്പാലങ്ങളും വരെയുള്ള കാര്യങ്ങളുടെ ഒരു നീണ്ട ഉദ്ഘാടന മഹാമഹം നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാലിനി.